കോഴിക്കോട് പാലക്കാട് ദേശീയ പാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കരിങ്കല്ലത്താണി തൊടുകാപ്പ് ഇക്കോ ടൂറിസം പരിസരത്ത് ഇത്തവണ ഫയർ ബെൽറ്റ് നിർമ്മിച്ചിട്ടില്ല. വേനൽ കഠിനമായതിനാൽ തീ പടരാനുള്ള സാധ്യത ഏറെയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നിക്ഷിപ്ത വനമേഖലയാണിത്. വേനൽ ചൂട് കനക്കുന്നതിന് മുന്നേ കാട്ടുതീ തടയുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഇക്കോ ടൂറിസം കേന്ദ്രത്തിനു ചുറ്റും ഫയർ ബെൽറ്റ് നിർമ്മിക്കാറുണ്ട്. കൊടും വേനലെത്തിയിട്ടും ഇത്തവണ ഫയർ ബെൽറ്റിന്റെ നിർമ്മാണം നടന്നിട്ടില്ല. ഈ വനമേഖലയ്ക്ക് നടുവിലൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത്. ഒരാളുടെ അശ്രദ്ധ മതി തീ പടരാൻ. വംശഭീഷണി നേരിടുന്ന സസ്യങ്ങളും മൃഗങ്ങളും ധാരാളമുള്ള വനമാണിത്. ഇവയുടെ സംരക്ഷണമെങ്കിലും കണക്കിലെടുത്ത് അടിയന്തരമായി ഫയർ ബെൽറ്റ് നിർമ്മിക്കണമെന്ന് പ്രദേശവാസിയും വനസംരക്ഷണ സമിതി മുൻ പ്രസിഡന്റുമായ കൂരിയാസീസ് ആവശ്യപ്പെട്ടു. പൊടിയും ചൂടത്ത് പോലും വേനലിലും ഇതിൻ്റെ പരിസരങ്ങൾ ഫയർ ബെൽറ്റ് ഇടാതെ സംരക്ഷിക്കപ്പെടാതെ നിൽക്കുന്നത് കാണുന്നു. ഇവിടെ ഒരുപാട് സസ്യങ്ങളും മരങ്ങളും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളും തൊട്ടടുത്ത് ഒരുപാട് വീടുകളും അതുപോലെ തന്നെ കടകളുമുള്ള ഒരു ടൗൺഷിപ്പിൻ്റെ അടുത്താണ് ഈ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോ ദിവസവും നിരവധി സഞ്ചാരികൾ വരുന്ന ഇടം കൂടിയാണിത്. ദേശീയപാതയ്ക്കരികെ തണലുള്ളതിനാൽ വാഹനം നിർത്തി ആളുകൾ ഇവിടെ വിശ്രമിക്കാറും പതിവാണ്. നിരവധി വീടുകളും കടകളും വനത്തിനോട് ചേർന്നുണ്ട്. അബദ്ധത്തിലെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നതിന് മുന്നേ ബെൽറ്റ് നിർമ്മിക്കാനുള്ള നടപടി വനംവകുപ്പ് സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ KT മൊയ്തു പറഞ്ഞു. മുൻ വർഷങ്ങളിലൊക്കെ ഈ ഫയർ ബെൽറ്റ് സമയബന്ധിതമായിട്ട് കൊടും വേനൽ വരുന്നതിന് മുമ്പ് തന്നെ നിർമ്മിച്ച് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത് ഏറ്റവും വലിയ ചൂട് രേഖപ്പെടുത്തുന്ന ഈ അവസരത്തിൽ ഇതുവരെയും ഫയർ ബെൽറ്റ് സ്ഥാപിച്ച് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ദേശീയപാതയുടെ ഓരോ യാത്രക്കാരെ ഒരു ബീഡി സിഗരറ്റിൻ്റെ ഒരു ചെറിയ അശ്രദ്ധ മതി വൻ ദുരന്തം വരുത്തി വെക്കാൻ. അപ്പോൾ ഇതിനൊരു എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു അറുതി വരുത്തണം. ഫയർ ബെൽറ്റ് ഉടൻ പുനഃസ്ഥാപിക്കണം എന്നാണ് പറയാനുള്ളത്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള നിക്ഷിപ്ത വനമേഖലയാണ് തൊടുകാപ്പ്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.